അതൊന്നും ഞാനിടാറില്ല. എങ്കിലതൊന്ന് നമുക്ക് പരീക്ഷിക്കാം. വരൂ. വലിയ ഉത്സാഹത്തോടെ അവൻ നടന്നപ്പോൾ അവനെ അനുഗമിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും അവൾക്ക് മുൻപിലും ഉണ്ടായിരുന്നില്ല. ഡ്രസ്സ് എടുക്കുന്നതൊക്കെ ഒരാളുടെ പേഴ്സണൽ ചോയ്സാണ്. അതിലൊന്നും ആരും ഇടപെടാൻ പോലും പാടില്ല. അതെനിക്കറിയാം. പക്ഷെ ഏതായാലും ഇപ്പം തൻ്റെ ലേബൽ എന്ന് പറയുന്നത് എൻ്റെ പേരിനോട് കൂടി കൂട്ടിയാണല്ലോ. അതുകൊണ്ട് എൻ്റെ കൂടി ഇഷ്ടങ്ങൾ തനിക്ക് അക്സെപ്റ്റ് ചെയ്തൂടെ? ആസ് എ ഫ്രണ്ട് അവൻ ഒരിക്കൽ കൂടി എടുത്തു ചോദിച്ചു. അതിനെന്താ കണ്ണേട്ടാ, ഈ ഒരു വർഷക്കാലം ഞാൻ കണ്ണേട്ടൻ പറയുന്നത് കേൾക്കേണ്ടതല്ലേ? നമ്മൾ തമ്മിലൊരു അടിമ ഉടമ ബന്ധമൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. താൻ അതൊന്നും ഉണ്ടാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ എനിക്കും കൂടി ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാൻ പറ്റുമോ എന്നേ ചോദിച്ചുള്ളൂ. അല്ലാതെ ഇടുന്ന വസ്ത്രത്തിൽ പോലും കാലാവധി വയ്ക്കാൻ ഞാനൊരു ബോർണാണോ? അതിനും നമ്മുടെ ഒരു വർഷത്തിലെ കാലാവധിയുമായിട്ട് വരികയാണെങ്കിൽ ഞാൻ വരുന്നില്ല. അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അത് കാണെ അവളിലും ദുഃഖം നിറഞ്ഞു. അങ്ങനെ പറയല്ലേ കണ്ണേട്ട. ഇനി ഉദാഹരണം വേണ്ട. അവൻ പിണക്കത്തോടെ പറഞ്ഞു. നമുക്കിടയിൽ ഒരു വർഷമെന്നുള്ളൊരു കാലാവധിയും വേണ്ട. ഒരു വർഷം കഴിഞ്ഞ് എൻ്റെ ഭാര്യ എന്ന പദവിയിൽ നിന്ന് മാത്രമേ സരിയു പോകുന്നുള്ളൂ. എന്നും താൻ എൻ്റെ നല്ലൊരു സുഹൃത്തായിരിക്കും. എൻ്റെ ഫ്രണ്ട്ഷിപ്പ് തനിക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എൻ്റെ മനസ്സിനെ ഒരുപാട് സ്വാധീനിച്ച ആളാണ് താൻ. ഇനി ഈ കാലാവധി നമുക്കിടയിൽ വേണ്ട. ഒരു വർഷത്തിന് ശേഷം താൻ എന്നിൽ നിന്നും പോകുന്നില്ല. നമ്മൾ തമ്മിൽ പറഞ്ഞു വെച്ചൊരു കരാറുണ്ട്. അത് മാത്രം മാറുന്നതേ ഉള്ളൂ. എന്നും എനിക്ക് തൻ്റെ സൗഹൃദം വേണം. അതുണ്ടാവില്ലേ? ആർദ്രമായിരുന്നു അവൻ്റെ സ്വരം. അത്ഭുതമാണ് അവൾക്ക് തോന്നിയത്. ഇങ്ങനെയൊക്കെ ചോദിക്കാമോ കണ്ണേട്ട എന്നോട്? കണ്ണേട്ടനെ പോലെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചാൽ അതെൻ്റെ ഭാഗ്യമല്ലേ? അല്ല, തന്നെ പോലെ ഒരാളെ കാണാൻ പറ്റിയത് എൻ്റെ ഭാഗ്യമാണ്. അവൻ തിരുത്തി. വാ. അതും പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവളും പിന്നാലെ ചെന്നിരുന്നു. അവൻ കാര്യം പറഞ്ഞപ്പോൾ തന്നെ HR അവിടെയുള്ള സ്റ്റാഫുകളോടൊക്കെ വിവരം പറഞ്ഞു. എല്ലാവരും സൂപ്പർ സ്റ്റാർ മിഥുൻ മേനോൻ്റെയും ഭാര്യയും കാണാൻ തങ്ങളുടെ ജോലികൾ പോലും മറന്ന് നോക്കി നിന്നിരുന്നു. കടയിൽ വന്നവരിൽ പോലും പലരും മിഥുനെയും സരയുവിനെയും മാറി മാറി നോക്കുന്നുണ്ടായിരുന്നു. ആളുകളെ മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ആളുകൾ ചുറ്റും കൂടാൻ തുടങ്ങി. മിഥുനും സരയുവിനുമൊപ്പം സെൽഫി എടുക്കാനും വീഡിയോ ഷൂട്ട് ചെയ്യുവാനും ആളുകൾ മത്സരിച്ചു. ഇതെല്ലാം സരയുവിന് പുതിയ അനുഭവങ്ങളായിരുന്നു. ഓരോരുത്തരും വന്ന് ഓരോ സെൽഫിയും മറ്റും ചോദിക്കുമ്പോൾ മുഖത്ത് തെല്ലും പരിഭവമില്ലാതെയാണ് മിഥുൻ എല്ലാത്തിനും നിൽക്കുന്നത്. അതവളെ അമ്പരപ്പെടുത്തി കളഞ്ഞിരുന്നു. കുറച്ച് സമയം കൊണ്ട് തന്നെ ഇതെല്ലാം അവളും അടുത്തു പോയിരുന്നു. ഇതിനിടയിൽ ഒരു സെയിൽസ് ഗേൾ വന്ന് അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളൊക്കെ നോക്കാൻ അവളോട് പറഞ്ഞിരുന്നു. ഒരുപാട് വസ്ത്രങ്ങൾ എടുക്കുമ്പോഴും അവൻ്റെ മുഖത്തേക്ക് നോക്കും അവൾ. അവനിൽ തെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ പിന്നീട് അവളത് എടുക്കുകയുള്ളൂ. അങ്ങനെ മിഴികൾ കൊണ്ട് അവർക്കിടയിൽ ഒരു പുതിയ ഭാഷ രൂപപ്പെടുകയായിരുന്നു. മിഥുൻ പറഞ്ഞതുപോലെ ഫുൾ പാവാടയും 2-3 കോട്ടൺ ടോപ്പുകളും എല്ലാം അവൾ എടുത്തിരുന്നു. കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരെണ്ണം അവനും സെലക്ട് ചെയ്തു. ഇതുവരെ കണ്ടില്ലാത്ത അത്രയും വസ്ത്രങ്ങളുമായാണ് തിരികെ വീട്ടിലേക്ക് സരയു യാത്ര തിരിച്ചത്. അങ്ങോട്ടുള്ള യാത്രയിൽ ഒട്ടും മടുപ്പ് തോന്നാതെ ഡ്രൈവ് ചെയ്യുന്നവനെ അവൾ അറിയാതെ ഒന്ന് നോക്കിപ്പോയിരുന്നു. കുറേ സമയമായി അവളുടെ നോട്ടം കണ്ടിട്ടാവും ഡ്രൈവിങ്ങിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ എന്ന് ആംഗ്യം കാണിച്ചു മിഥുൻ. ഇന്ന് നമ്മൾ ഷോപ്പിൽ നിന്നപ്പോൾ ഒപ്പം കുറേ പേര് വന്ന് ഫോട്ടോയൊക്കെ എടുത്തില്ലേ? അപ്പോൾ സാറിന് അല്ല കണ്ണേട്ടന് ഒരു മടുപ്പ് തോന്നിയില്ലേ? ചിരിയോട് ചോദിച്ചു അവള്. തനിക്കിതൊക്കെ ആദ്യം ആയതുകൊണ്ടാ. ഞാനിപ്പോൾ എത്ര കാലമായി എങ്ങോട്ടും എനിക്കൊന്ന് പോകാൻ പറ്റില്ല. ഇത് തന്നെ അവസ്ഥ. സത്യം പറഞ്ഞാൽ നമ്മുടെ സിനിമയിൽ കാണുന്ന പോലെ ഒന്നുമല്ല താരങ്ങളുടെ ലൈഫ്. സാധാരണക്കാരുടെ ജീവിതം ജീവിക്കാൻ പലപ്പോഴും സെലിബ്രിറ്റീസിന് കഴിയാറില്ല. എനിക്ക് ആഗ്രഹമുണ്ടോ തട്ടുകടയിൽ പോയിരുന്ന ഒരു ചായയും പരിപ്പൊടിയും കഴിക്കാൻ, KSRTC ബസ്സിൻ്റെ ജനലരികിലുള്ള സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ, പിന്നെ നല്ല നട്ട പാതിരയ്ക്ക് ബുള്ളറ്റിലൊന്ന് റൈഡ് ചെയ്യാൻ. പക്ഷെ അതൊന്നും ജീവിതത്തിൽ ഇനി നടക്കില്ല. ഞാൻ എവിടെ ചെന്നാലും അവിടെ കുറേ ആളുകൾ കാണും. ഈ സ്റ്റാർഡം എന്ന് പറയുന്നത് നല്ല സുഖമാണെന്ന് തോന്നും. പക്ഷെ നമ്മുടെ പ്രൈവസി അത് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് എത്ര ഭീകരമാണെന്ന് മനസ്സിലാക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ മിസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെയാണ്. അതിനാണ് എല്ലാ വർഷവും എവിടെയെങ്കിലും വിദേശത്തൊരു ട്രിപ്പ് പോകുന്നത്. എന്നിട്ട് സാധാരണ പോലെ അവിടുത്തെ റോഡിൽ കൂടി നടക്കുമ്പോൾ അവിടുത്തെ സ്ട്രീറ്റ് ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഒരു സന്തോഷം. നമ്മുടെ നാട്ടിലൊന്നും പറ്റിയില്ലെങ്കിലും അന്യനാട്ടിൽ ചെന്നാണെങ്കിൽ അത് പറ്റുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം. ഒരു നെടുവീർപ്പോടെ പറഞ്ഞവൻ. എല്ലാവരും ഇങ്ങനെയൊക്കെയാണോ? താരങ്ങളൊക്കെ അനുഭവിക്കുന്ന അവസ്ഥയാണോ ഇത്? ഞാനൊരു സിനിമാ നടനെ ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് ഓർത്തില്ല. ആവേശത്തോടെ അവനെ നോക്കി പറഞ്ഞു. അതിനെന്താ, ഇപ്പം സിനിമാ നടൻ്റെ ഭാര്യയല്ലേ? ചെറു ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ
അവൾ ഒന്ന് പുഞ്ചിരിച്ചു. രണ്ടുപേരും തിരികെ എത്തിയപ്പോൾ കാത്തിരിക്കുകയായിരുന്നു അരുന്ധതി. കടയിലുണ്ടായ വിശേഷങ്ങൾ ഒന്നുപോലും വിടാതെ അരുന്ധതിയോട് പറയുന്നുണ്ടായിരുന്നു സരയു. ഒരു കൊച്ചുകുട്ടി അമ്മയോട് വാചാലയാകുന്നത് പോലെ. പെട്ടെന്ന് അരുന്ധതിയും ലക്ഷ്മിയും ഒക്കെയായി. അവൾ കൂട്ടായി എന്ന് മിഥുന് തോന്നിയിരുന്നു. തന്നോട് മാത്രമേ ഉള്ളൂ ഇപ്പോഴും ചെറിയൊരു അകലം. അത് തന്നോടുള്ള ബഹുമാനം കൊണ്ടാണെന്നും അവൻ അറിയാമായിരുന്നു. കുറച്ചു കഴിഞ്ഞ് സരയു തന്നെയാണ് അരികിലേക്ക് വന്നത്. അപ്പോൾ അവൻ ലാപ്ടോപ്പിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിരക്കിലാണോ? മുഖത്തേക്ക് നോക്കി അവൾ ചോദിച്ചു. പറഞ്ഞോളൂ. എനിക്ക് വീട്ടിലേക്കൊന്ന് വിളിക്കണമായിരുന്നു. ഇത്ര നേരവും ഞാൻ വിളിച്ചില്ല. സോറി, ഞാനത് ഓർത്തില്ല. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് ലോക്ക് മാറ്റി ഡയൽ ചെയ്ത് അവൾക്ക് നൽകി. മാറി നിന്നവൾ സംസാരിച്ചിരുന്നു. ഓരോ വിശേഷങ്ങളും മാറി മാറി സംസാരിക്കുകയാണ്. വീട്ടിലുള്ള ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകം സംസാരിക്കുന്നുണ്ട്. ഫോൺ സംഭാഷണം 1 മണിക്കൂറോളം നീണ്ടു നിന്നത് അവൻ അറിഞ്ഞിരുന്നു. സത്യത്തിൽ താനിങ്ങനെ എപ്പോഴെങ്കിലും തൻ്റെ അമ്മയോട് സംസാരിച്ചിട്ടുണ്ടോ? ഒരു 10 മിനിറ്റ് പോലും മുഴുവൻ സംസാരിച്ചിട്ടില്ല. കൂടി വന്ന 10 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റ്. അതോടെ തീരുമായിരുന്നു സംസാരങ്ങൾ. ഇങ്ങനെ വേണം കുടുംബത്തെ സ്നേഹിക്കാൻ. അവളിൽ നിന്നും പഠിക്കുകയായിരുന്നു അവൻ ഓരോ കാര്യങ്ങളും. പശുവിനെ പോലും അവൾ തിരക്കുന്നുണ്ടെന്നത് കേട്ടപ്പോൾ അവന് ചിരി പോലും വന്നിരുന്നു. ഫോൺ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവളുടെ മുഖത്തേക്ക് അവനൊന്ന് നോക്കി. ഇനി വീടിൻ്റെ റോഡിലൂടെ പോകുന്ന പട്ടിയും പൂച്ചയും കൂടി തിരക്കായിരുന്നില്ലേ? ചെറു ചിരിയോടെയാണ് അവൻ ചോദിച്ചത്. ഓഹോ, ഇതും തുറന്നു വെച്ച് എൻ്റെ സംസാരം കേൾക്കുമായിരുന്നോ? അവൾ ചോദിച്ചു. പതുക്കെ പതുക്കെ തന്നോടുള്ള അകലം അവൾക്ക് കുറയുന്നത് അവനും മനസ്സിലാകുന്നുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നലെ വേറൊരു ലോകത്ത് പെട്ടതുപോലെയായിരുന്നു. എൻ്റെ വീട്ടിലെല്ലായിടത്തും എൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ നട്ടു നനച്ച ചെടികൾ, ഞാൻ വളർത്തുന്ന പൂവാലി, അങ്ങനെ എല്ലാത്തിലും. അവിടുത്തെ കാറ്റിന് പോലും എന്നോട് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും. പെട്ടെന്ന് അവൾ വീട്ടിലേക്ക് പോയെന്ന് അവന് തോന്നിയിരുന്നു. തന്നെ എനിക്ക് ഒട്ടും പിടികിട്ടുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് തൻ്റെ ക്യാരക്ടർ. അതെനിക്കൊരു കോംപ്ലിമെൻ്റ് അല്ലേ? ചിരിയോടെ പറഞ്ഞവൾ. തിരക്കിലല്ലേ? ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോട്ടെ? അവൻ പെട്ടെന്ന് ക്ലോക്കിലേക്ക് നോക്കി. ഉച്ചയായില്ലേ? ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് അമ്മയുടെ അടുത്ത് പോയി കുറച്ച് നേരം ഇരിക്കാം. അമ്മയ്ക്കൊരു സന്തോഷമാവട്ടെ. അങ്ങനെ വേണം കണ്ണേട്ട. കണ്ണേട്ടൻ അങ്ങനെ പോകാറില്ലെന്ന് അമ്മ പറഞ്ഞു. കൂടുതൽ ഒറ്റപ്പെടലാണ് അമ്മയ്ക്ക്. കൂടുതൽ സമയം സംസാരിച്ചിരുന്ന രോഗമുണ്ടെന്നൊരു ചിന്ത അമ്മയിൽ നിന്ന് അകലും. അപ്പോൾ അസുഖം കുറയും. എനിക്കിതിനൊന്നും സമയമില്ലായിരുന്നല്ലോ. എനിക്ക് മനസ്സിലാവും. എത്ര തിരക്കാണെങ്കിലും നമ്മുടെ കുടുംബത്തിന് വേണ്ടി സമയം കണ്ടെത്തണം. ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ ജീവിതം? നമ്മുടെ കുടുംബത്തിന് വേണ്ടിയല്ലേ ഈ നെട്ടോട്ടം മുഴുവൻ. അവർക്ക് സമയം കൊടുക്കാനും നമ്മുടെ സാന്നിധ്യം നൽകാനും പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ജീവിതം? അതുകൊണ്ടൊരർത്ഥം പിന്നെ എന്താണ്? അവൾ ചോദിക്കുന്നതെല്ലാം മികച്ച ചോദ്യങ്ങളാണെന്ന് അവന് തോന്നി. അതിലെല്ലാം ന്യായമുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എനിക്ക് അടുത്ത ആഴ്ച ഷൂട്ടിംഗ് തുടങ്ങും. ആദ്യം ഒരു പാട്ട് സീനാണ്. ഹൈദരാബാദിലെ രാമോജി ഫിലിം സിറ്റിയിലായിരിക്കും. അതുകൊണ്ട് എനിക്ക് പോകണം. പാസ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ തന്നെ കൊണ്ടുപോയിരുന്നു. അയ്യോ വേണ്ട, എനിക്ക് ഫ്ലൈറ്റ് പേടിയാണ്. പോകുന്നതിന് മുൻപ് എനിക്കൊരു സഹായം ചെയ്യുമോ? എന്താടോ? എൻ്റെ കോളേജിലെ ഒന്നുകൂടെ വരുമോ? എനിക്ക് ക്ലാസ് തുടങ്ങി. ആ, അത് ഞാൻ അറേഞ്ച് ചെയ്യാം. തൽക്കാലം കോളേജിൽ പോകണ്ട. ഇവിടെ നിന്ന് പഠിക്കാനുള്ള സംവിധാനമൊക്കെ ഒരുക്കാം. നമുക്ക് ഒരുമിച്ച് അവിടെ ചെന്ന് പ്രിൻസിപ്പാളിനോട് സംസാരിക്കാം. അതിന് ഞാൻ വരാം. നാളത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഒരു ദിവസം പോവാം. പിന്നെ നാളെ ഒരു ഇവൻറ്റ് ടീം ഇവിടെ വരും. നാളത്തെ ഫംഗ്ഷൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് അവർ വരുന്നത്. ഞാനൊരു ലെഹങ്ക ഡിസൈൻ ചെയ്തിട്ടുണ്ട് തനിക്ക് വേണ്ടി. ഇഷ്ടാവുമെന്നൊന്ന് നോക്കണം. തൻ്റെ വീട്ടിലേക്ക് ഞാനിന്ന് വണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കല്യാണം പോലെയല്ല കേട്ടോ. അത്യാവശ്യം ക്രൗഡായിരിക്കും ഈ ഫംഗ്ഷൻ. സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ നിന്നും മീഡിയയിൽ നിന്നും ഒക്കെ എനിക്ക് വേണ്ടപ്പെട്ട കുറേ പേര് വരും. ഒരുപാട് ക്യാമറകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പതറിപ്പോവരുത്. കട്ടയ്ക്ക് നിന്നോണം. ചിരിയോടെ അവൻ പറഞ്ഞു. അങ്ങനെയൊന്നും പറയല്ലേ കണ്ണേട്ടാ. എനിക്ക് കേട്ടിട്ട് തന്നെ എന്തോ ഒരു തരിപ്പ് പോലെ. ഞാനിങ്ങനെയൊന്നും ഇതുവരെ നിന്നിട്ടില്ല. അവളുടെ നീട്ടിയുള്ള കണ്ണേട്ടാന്ന വിളി വല്ലാത്തൊരു അനുഭൂതി അവനിൽ നിറച്ചു. ആളുന്ന അഗ്നിയിൽ നിന്ന് തുഷാരത്തിലേക്ക് എത്തിയതുപോലെ. അത്രയ്ക്ക് പേടി തോന്നുകയാണെങ്കിൽ എൻ്റെ വലത്തെ കൈയിലേക്ക് മുറുക്കെ പിടിച്ചാൽ മതി. അപ്പം എന്താ വിശേഷം? പെട്ടെന്ന് അവൾ ചോദിച്ചു. നമ്മുടെ കൈയോട് ചേർത്ത് പിടിക്കാൻ ഒരു കൈ ഉണ്ടാവുമ്പോൾ നമുക്കൊരു പ്രത്യേക ആത്മവിശ്വാസം തോന്നില്ലേ? നമ്മൾ ഒറ്റയ്ക്കല്ല, ഒപ്പം ഒരാൾ കൂടെ ഉണ്ടെന്നൊരു തോന്നൽ. അങ്ങനെ ഉണ്ടാവില്ലേ? ആ തോന്നലിന് $1,000,000 വിലയാടോ. ചിരിയോടെ അവൻ പറഞ്ഞപ്പോൾ അവളും ആ ചിരിയിൽ പങ്കുകൊണ്ടു. തുടരും. എനിക്ക് പനി ആയതുകൊണ്ടാട്ടോ ഇത്തിരി താമസിച്ചു പോയത്.
എന്തായാലും നാളെ മുതൽ കറക്റ്റായിട്ട് ലെങ്ത് കൂട്ടി നിങ്ങൾക്ക് വേണ്ടി ഇതിട്ടേക്കാം. അപ്പം ഇത് വായിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.